ഇന്ന് പൺകാസ്റ്റ് സ്റ്റുഡിയോയുടെ ഹോട്ട് സീരീസിൽ ഇരിക്കുന്നത് നമ്മുടെ ഒരു വിശിഷ്ട അതിഥിയാണ് ബാസിൽ സാർ. അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ AI ടെക്നോളജി ഉപയോഗിച്ച് ടീച്ചേഴ്സിനെ എങ്ങനെ ശാക്തീകരിക്കാം എന്നുള്ളതും അവർക്ക് എങ്ങനെയാണ് കൂടുതൽ ഇൻഫർമേഷൻസ് AI ടെക്നോളജിയിൽ പകർന്നു കൊടുക്കാം എന്നുള്ള ഏകദേശം 3000-ഓളം പേരെ അവർക്ക് വേണ്ട AI ടെക്നോളജിയിൽ അവയർനെസ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഇവിടെ ബാസിൽ സാർ. അദ്ദേഹത്തിന് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മേഖല അധ്യാപന മേഖലയാണ്. പറമ്പിലെ കളിയും അതേപോലെ ടെക്നോളജിയുടെ തുടക്കം മുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പോന്നിട്ടുണ്ട്. ഫൈനലി ടെക്നോളജിന്റെ ഏറ്റവും പീക്കായിട്ടുള്ള ഒരു ടൈമാണ് ഇപ്പോൾ ഇതുള്ളത്. ആ ഒരു യുഗത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിലവിലുള്ളത്. അപ്പം ചെറുപ്പം മുതൽ തന്നെ ടെക്നോളജി എങ്ങനെ ആളുകൾക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ആ അധ്യാപന ജോലി കിട്ടിയതിന് ശേഷം ആ ടെക്നോളജിനെ നമ്മൾ പ്രൊഫഷനിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ചിന്ത. ആ ചിന്തയോടൊപ്പം വന്ന ഒരു പുതിയൊരു കാര്യമാണ് AI ആണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടെക്നോളജി. ആ ടെക്നോളജി എങ്ങനെയൊക്കെ നമ്മുടെ ക്ലാസ് റൂമിലും സ്കൂളുകളിലും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇപ്പം കഴിഞ്ഞ 3 വർഷത്തിലധികമായി ഞാൻ എന്ത് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു അധ്യാപകന് ഒരു പുതിയ അറിവ് ഈ മേഖലയിൽ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഏകദേശം ഒരു 3 വർഷം കൊണ്ട് ഏകദേശം ഒരു 3000-നടുത്ത് ആളുകൾക്ക് എനിക്ക് ഈ ഒരു അവയർനെസ് എന്ത് ചെയ്യാൻ പറ്റിയത്, എത്തിക്കാൻ പറ്റിയത്. ഞാനൊക്കെ പഠിച്ച കാലത്ത് ഒരു ട്രഡീഷണൽ കാലഘട്ടമാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നും വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കുട്ടികൾക്ക് അതൊന്നും അത്ര അക്സെപ്റ്റബിൾ അല്ല എന്നുള്ള സംഭവം ഇപ്പോഴും നമ്മൾ കാലഘട്ടമൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ ആ ഒരു സിലബസ് കരിക്കുലം ഒന്നും കാലഘട്ടത്തിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ കാലഘട്ടത്തിന് അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിലബസുകളൊന്നും അല്ല. ക്ലാസ് റൂമും സ്കൂളുകളൊന്നും ബോറടിക്കാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ലൈഫ് ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കരിക്കുലത്തിലും സിലബസിലും വന്നാൽ മാത്രമാണ് അവർക്ക് ബോറടിക്കാതെ നിൽക്കുള്ളൂ. ടെക്നോളജി ഉപയോഗിച്ചിട്ട് അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ക്ലാസ് റൂം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ശ്രമിക്കാം എന്നുള്ള ഒരു ഓപ്ഷനാണ് എന്ത് ചെയ്യുന്നത് ഞാൻ അധ്യാപകർക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികളും തന്നെ പുതിയ അപ്രോച്ചിലേക്ക് അല്ലെങ്കിൽ പുതിയ മേഖലയിലേക്കും അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സും അതിനനുസരിച്ചിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? കുട്ടികളിപ്പം പൊതുവെ ഹൈടെക് ആണ്. എന്നിരുന്നാൽ കൂടി അവരെക്കാളും ഒരു സ്റ്റെപ്പ് അധികമായിട്ട് ഹൈടെക് ആവേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ് ടീച്ചേഴ്സ്. അപ്പോൾ ടീച്ചേഴ്സിന്റെ ഒരു മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ അവർക്ക് സമയമില്ലാത്ത ഒരു പ്രോബ്ലംസ് വരാറുണ്ട്. ഒരു 80% അധ്യാപകർ എനിക്ക് തോന്നുന്നത് ഒരു മാനുവൽ ആയിട്ടുള്ള പണികളിലാണ്. ആ മാനുവൽ ആയിട്ടുള്ള പണികൾ എടുക്കുന്ന പല കാര്യങ്ങളും AI ഉപയോഗിച്ചിട്ടോ ടെക്നോളജി ഉപയോഗിച്ചിട്ടോ സിമ്പിളായിട്ട് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു കാലത്ത് നമ്മൾ മാനുവലായിട്ട് കണക്ക് കൂട്ടിയിരുന്നു. പിന്നീട് കാൽക്കുലേറ്റർ വന്നു. കാൽക്കുലേറ്റർ വന്നതോടുകൂടി ഒരിക്കലും കണക്കിൻ്റെ സാധ്യത കുറയല്ല ചെയ്തത്, കൂടുകയാണ് ചെയ്തത്. കാരണം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതേപോലെ തന്നെയാണ് ടെക്നോളജി. ഈ ഒരു ലിറ്ററസി എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാറ്? ലിറ്ററസി ഇപ്പം അവരുടെ ലൈഫ് ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കുട്ടികളെ കണക്ട് ചെയ്തിട്ട് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ടീച്ചേഴ്സിന് ഉപകാരപ്പെടുന്ന ഏതെല്ലാം സെഗ്മെന്റുകളാണ് ഇതേപോലെ നമുക്ക് ഈസിയായി കൊടുക്കാൻ പറ്റുക? 90% ടീച്ചേഴ്സിന് ഹെൽപ്പായിട്ടുള്ള ഒരു ടൂളാണ് ഗൂഗിളിൻ്റെ നോട്ട്ബുക്ക്. എല്ലാം നമ്മൾ ശരിക്കും അത്ഭുതപ്പെടും. ക്ലാസ് റൂമിൽ നമ്മൾ ആ PDF മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. പാഠഭാഗത്തിൻ്റെ വീഡിയോ നിർമ്മിച്ചു തരും, അതേപോലെ സ്ലൈഡുകൾ നിർമ്മിച്ചു തരും, ഫ്ലാഷ് കാർഡ് നിർമ്മിച്ചു തരും, ചോദ്യങ്ങൾ നിർമ്മിച്ചു തരും. മാക്സിമം പോവുകയാണെങ്കിൽ 5-6 മിനിറ്റ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിളായി ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് നിർമ്മിച്ചു തരും. ഇത് ക്ലാസ് റൂമിൽ കൊണ്ടുപോയി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ പറ്റും. ആ ക്ലാസ് റൂമിലെ അധ്യാപകന് കഴിയും എന്നുള്ളതാണ്. എന്ത് വിവരങ്ങൾ കിട്ടാനും എന്ത് പഠിക്കാനും സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പം AIയുടെ ഒരു നെക്സ്റ്റ് ലെവലാണ് AI ഓട്ടോമേഷൻ. ആ ഒരു കോഴ്സാണ് അല്ല അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോഴേ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് വരുമ്പം പഠിക്കാമെന്ന് വിചാരിക്കുമ്പോൾ നമുക്കത് അന്നത്തെ അവസ്ഥയിൽ അത് കഴിഞ്ഞോണമെന്നില്ല. ഇപ്പോൾ പുതിയ റിസർച്ച് പറയുന്നത് ഇമോഷണലായിട്ട് ചെയ്യാൻ കഴിയാത്ത ആ മേഖലയിലൊക്കെ മനുഷ്യൻ്റെ സാന്നിധ്യം എന്ത് ചെയ്യും, കൂടേണ്ടി വരും. അപ്പം ഉദാഹരണം, നല്ല വാത്സല്യം കൊടുക്കുന്ന ഒരു കെയർ ടേക്കർ, അല്ലെങ്കിൽ നല്ല വാത്സല്യം കൊടുക്കുന്ന, സ്നേഹം കൊടുക്കുന്ന, ലാളന കൊടുക്കുന്ന ഒരു അധ്യാപകൻ, അങ്ങനെയുള്ള അധ്യാപകനും ടീച്ചേഴ്സിനും ഒക്കെ എന്ത് ചെയ്യും, ഡിമാൻഡ് കൂടും. ക്ലാസ്സിൽ വിഷമിച്ച് നിൽക്കുന്ന ഒരു കുട്ടീനെ ചേർത്ത് പിടിക്കുക, സങ്കടം ചോദിച്ച് മനസ്സിലാക്കുക, അവനെ ആശ്വസിപ്പിക്കുക. ഈ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യും, മനുഷ്യൻ്റെ റോള് മൊത്തത്തിൽ എന്ത് ചെയ്യും, മാറും. കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കും ഒരു ചാനലും
പിന്നെ ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, ആ ഒരു എഡ്യൂക്കേഷൻ പീരീഡിൽ ആ കുട്ടിക്ക് കൊടുത്താൽ മതി. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പോഴും അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കുത്തി നിറച്ച് കുറേ ഗ്രേഡുകളും കുറേ A+കളും ഉണ്ടാക്കാനുള്ള ഒരു മത്സര ഓട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മളൊരു സിസ്റ്റം ഉള്ളത്. ശരിക്കും നല്ലൊരു സിവിക് സെൻസ് ഉള്ള ഒരു പൗരനാക്കി മാറ്റാനാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്യേണ്ടത്, ശ്രമിക്കേണ്ടത്. വേണ്ടാത്ത കാര്യങ്ങൾക്ക് അമിതമായ സമയം കൊടുത്ത് വളരെ 1% കുട്ടികൾക്ക് ആവശ്യം വരുന്ന കാര്യങ്ങൾക്ക് മഹാഭൂരിപക്ഷം സഫർ ചെയ്യുന്ന, ഉദാഹരണം ഇപ്പം A² + B², 1% താഴെയുള്ള ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 99% കുട്ടികളും അത് പഠിക്കാൻ നിർബന്ധമാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ശരിക്കും ഇതൊക്കെ മാറ്റം വരും. ശരിക്കും നാടിനെ സ്നേഹിക്കുന്ന ന്യൂ ജനറേഷൻ മക്കളാക്കി നമ്മൾ അവരെ മാറ്റുക എന്നുള്ളത്